ഹലോ, അപ്പോൾ നമുക്കൊരു എഗ്ലെസ് വാനില ടീ കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. നമുക്ക് ചെയ്താലോ? അപ്പോൾ 100 ഗ്രാം ബട്ടറിലേക്ക് ഹാഫ് കപ്പ് തിളച്ച പാൽ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു ഹോട്ട് മിൽക്ക് സ്പഞ്ച് കേക്കാണ്. എന്നിട്ട് ഈ മിക്സ് മാറ്റി വെക്കുക. ഇതിനൊരു ചെറിയ ചൂടുണ്ടാവണം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ബാറ്ററിൽ ഒഴിക്കുമ്പം ഇല്ലെങ്കിൽ ചെറുതായിട്ട് അപ്പം ചൂടാക്കി എടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരിച്ചു വെക്കുക. വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഹാഫ് കപ്പ് യോഗട്ട്, തൈരാണോ യോഗട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോഗട്ട് എടുത്താൽ പോരെ, യോഗട്ട് എടുക്കാം. അതാകുമ്പോൾ പുളി കുറവായിരിക്കും, പിന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് പതപ്പിക്കുമ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന ഒരു ഫ്ലഫിനെസ്, ആ ഒരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് കാസ്റ്റർ ഷുഗർ. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ തരി കുറഞ്ഞ പഞ്ചസാര കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് കാസ്റ്റർ ഷുഗർ, അതും കൂടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതൊരു അത്യാവശ്യം കട്ടിയുള്ളൊരു മാവ് പോലെയാവും. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഹോട്ട് മിൽക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബൗൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചൂട് പാലുള്ളത് ഇതിനകത്ത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെയോ സ്റ്റീൽ പാത്രത്തിലോ ഇത് ബാറ്റർ ഉണ്ടാക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ബാറ്റർ ഉണ്ട്. നമുക്ക് 1/2 kg സ്പഞ്ച് കേക്ക് മതി ഓർഡറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ 2 5-inch പാനിലേക്ക് ഇത് ഒഴിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഒന്നിൽ 1/2 kg ഉള്ളതും മറ്റൊന്നിൽ ബാക്കി എത്രയാണോ അതൊഴിച്ച് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ 25 മുതൽ 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വരും. ഇതൊരു ഭയങ്കര മണമാണ്, കാരണം ആ പാലിൻ്റെയും ചൂട് ബട്ടറിൻ്റെയും അടിപൊളി ടേസ്റ്റാണ്. ഇതൊരു എഗ്ലെസ് കേക്കാണെങ്കിലും എനിക്കൊന്ന് വിത്ത് എഗ് കേക്കിനെക്കാട്ടിലും നല്ല മോയിസ്റ്റും ടേസ്റ്റും ആയിരുന്നു. ടു ട്രൈ ഇറ്റ്. ഈ കുഞ്ഞ് കേക്ക് എൻ്റെ കുഞ്ഞ് പൈതലാണ്. ഞാൻ പ്ലം കേക്ക് കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആശ വന്നിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെങ്ങാനും കൊടുക്കാൻ പറ്റുമോ നമുക്ക്, അതുകൊണ്ട് ഇത് അവനുള്ളതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ബൈ.